ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യും. 2026 ജൂൺ മാസം 20 മുതൽ ആഗസ്റ്റ് മാസം 2 വരെ, കൊല്ലവർഷം 1201 ആണ്ട്, മിഥുന മാസം 6 മുതൽ 17 വരെയുള്ള 45 ദിവസമാണ് ഇടവം രാശിയിൽ ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അത് ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം സമക്ഷേത്രമാണ്. ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം, സമക്ഷേത്രം എന്നൊക്കെ ഉണ്ട്. ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം. അതിൽ സമക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ശത്രുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് പോലെ അല്ലല്ലോ സമൻ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ചെല്ലുന്നത്. അനുഗ്രഹ വർഷം ചുരിയത്തക്ക രീതിയിലാണ് ചൊവ്വ അവിടെ സ്ഥിതി ചെയ്യുന്നത്. സൈന്യാധിപനും അതുപോലെ തന്നെ ഓജസ്സിൻ്റെയും തേജസ്സിൻ്റെയും ഗ്രഹമായ ആ ചൊവ്വാഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് ആണ് ആ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കന്നിരാശിക്കാരായിരിക്കുന്ന കന്നിരാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമാണ് ചൊവ്വ. ഈ ഇടവം രാശി എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ വന്നിരിക്കുന്നത്. അപ്പോൾ പല വിധത്തിലുമുള്ള അഭിവൃദ്ധികൾ വന്നു ചേരും. അതിന് യാതൊരു സംശയവുമില്ല. ഒരു തേജസ് വർദ്ധിക്കുന്നതിനും പൊതുവെ ഒരു ധൈര്യവും വീര്യവും ഒക്കെ മുൻപില്ലാത്തതുപോലെ വന്നു ചേരുന്നതിനും പല വിധത്തിലുമുള്ള സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാം എന്ന് തോന്നുകയും പൊതുവെ അത് വിജയിക്കുന്നതിനും ഒക്കെ നല്ല യോഗവും ഭാഗ്യവുമുള്ള ദൈവാധീനവും കൂടിയുള്ള സമയമാണ്. അതായത് പ്രബലഗ്രഹമായ ബുധൻ, അത് കന്നിരാശിയെ സംബന്ധിക്കുന്നിടത്തോളം രാശ്യാധിപനാണ്. രാശ്യാധിപനായിരിക്കുന്ന ആ ബുധഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനം രാശിയിൽ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികളെല്ലാം ഈ കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ കന്നിരാശിക്കാർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് ഭാഗ്യവും തുണയായിട്ട് ഉണ്ടാകും. അപ്പോൾ വിദ്യയ്ക്കനുസരിച്ച്, പഠിച്ച വിദ്യയ്ക്കനുസരിച്ചും അതിനു മേലെയും സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയ നല്ല ഒരു ജോലി ലഭിക്കുവാനൊക്കെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ദൈവാധീനവും അപ്രകാരമാണ്. സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെയും, അതായത് ദാമ്പത്യഭാവത്തിൻ്റെയും ഒക്കെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം കർക്കിടകം രാശിയിൽ അവിടെ ഉച്ചം ചെയ്തിരിക്കുകയാണ്. ഓരോ ഗ്രഹത്തിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ബലം ഉള്ള രാശിയാണ് ഉച്ചക്ഷേത്രം. അങ്ങനെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ 11ാമത് ഉപജയസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അതും ഒരു വലിയ ഭാഗ്യവും ദൈവാധീനവും കൊണ്ടെത്തരും. അത് ഏതേത് കാര്യങ്ങൾക്കെല്ലാം മനുഷ്യൻ ആഗ്രഹിച്ച്, ഓരോരുത്തരും ആഗ്രഹിച്ച്, ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടത്തക്ക ഭാഗ്യാവസ്ഥയാണ് കാണുന്നത്. അതായത് കൂടെ ആ 9ാം ഭാവാധിപനും ധനസ്ഥാനത്തിൻ്റെ അധിപനുമായിരുന്ന ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യവും ധനസ്ഥാനത്തിൻ്റെ ആധിപത്യവുമുള്ള ആ ശുക്രനും കൂടി ആ വ്യാഴത്തിനോട് യോഗം ചെയ്യും. തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട്. തൊഴിൽ ചെയ്യാതെയോ ഒക്കെ അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗവും ഉണ്ടാകും. കുടുംബവുമായി ബന്ധപ്പെട്ട് പൂർവികമായ സമ്പത്ത് വന്നു ചേരുക, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് സമ്പത്ത് വന്നു ചേരുക, സന്താനങ്ങളുമായുടെ കാര്യത്തിലുള്ള രീതിയിൽ സമ്പത്ത് വന്നു ചേരുക, സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുക, തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക. ഈ നക്ഷത്രക്കാരായിരിക്കുന്ന മധ്യവയസ്കരായിരിക്കുന്നവരോ യുവതി യുവാക്കൾക്കും ഒക്കെ തൊഴിൽ പുരോഗതി വന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനോ ലോട്ടറി അടിക്കുവാനൊക്കെ യോഗമുണ്ട്. എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ ലോട്ടറി. എന്നിരുന്നാലും എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട്. ഭാഗ്യം അത് സാമാന്യം ഭേദമായ തുകയൊക്കെ സമാശ്വാസ സമ്മാനങ്ങളും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ കിട്ടുവാനും തൽക്കാലം എങ്കിലും ഒന്ന് ആശ്വസിക്കാനും സാധാരണക്കാരായിരിക്കുന്നവർക്ക് യോഗമുണ്ട്. ധാരാളം പണമുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം പണത്തിന് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് മറ്റേതെങ്കിലും തരത്തിലൊക്കെ ആയിരിക്കുമല്ലോ ആഗ്രഹങ്ങൾ. അതൊക്കെ സാധിക്കുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് വിവാഹം, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൗന്ദര്യപരമായിട്ടൊന്നും ചേർന്ന് വന്നില്ല എങ്കിൽ പോലും സാമാന്യം ഭേദമായ രീതിയിൽ മനസ്സിനിണങ്ങത്തക്ക രീതിയിൽ പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന
യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ യോഗമുള്ള ഒരു നല്ല സമയമാണ് ഈ ചൊവ്വയുടെ അനുഗ്രഹവും ബുധൻ്റെ അനുഗ്രഹവും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ശുക്രൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ആദിത്യനും അനുഗ്രഹിച്ച് തന്നെയാണ് ഈ സമയങ്ങളിൽ. അതെല്ലാ ദിവസവും അങ്ങനെയല്ല, ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും, അതിന് സംശയമില്ല. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ഇൻ്റർവ്യൂലൊക്കെ പാസ്സാകുന്നവർക്ക്, അതായത് കന്നിരാശിയുടെ അഞ്ചാം ഭാവം പ്രതിഭാസ്ഥാനമാണ്. ഉപരിപഠനം, ഉന്നത വിദ്യാഭ്യാസത്തെയൊക്കെ സൂചിപ്പിക്കുന്ന, ഇൻ്റർവ്യൂവിനെയൊക്കെ സൂചിപ്പിക്കുന്ന, തൊഴിലധിഷ്ഠിത ടെസ്റ്റുകളെയൊക്കെ സൂചിപ്പിക്കുന്ന പ്രതിഭാസ്ഥാനത്തേക്ക് വ്യാഴവും ശുക്രനും പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുകയാണ്. 4ാം ഭാവത്തിലേക്ക് ബുധൻ ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുടുംബപരമായിട്ട് നല്ലതാണ്. കുടുംബത്തെ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. അതുപോലെ തന്നെ വസ്ത്ര ആഭരണാദികൾ വന്നു ചേരുക, വാഹനം വന്നു ചേരുക, ഗൃഹം പുതുക്കിപ്പണിയുവാൻ അവസരം വന്നു ചേരുക. ദമ്പതികളായിട്ടുള്ളവർ, വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് ദാമ്പത്യ ഭാവത്തിലേക്ക് വ്യാഴം പൂർണ്ണമായ ദൃഷ്ടിയുള്ള ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അല്പസ്വല്പം പിണക്കങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉള്ളവർക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ പണക്കമൊക്കെ പറഞ്ഞു തീർത്ത്, അല്ലെങ്കിൽ പറയാതെ തന്നെ അതങ്ങ് തീർന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ കന്നി രാശിക്കാർക്ക് യോഗമുണ്ട്. തൊഴിൽ സ്ഥാനത്ത് ബുധനാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധൻ രാശ്യാധിപൻ കൂടിയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായാലും പ്രായമായവർക്കും ഒക്കെ ആരോഗ്യം തൃപ്തികരമായി. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ഉല്ലാസയാത്ര പോകുന്നതിനോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ അവസരം വരും. സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. എഴുത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കലാരംഗവുമായി ബന്ധപ്പെട്ട്, വാർത്താവിനിമയ രംഗവുമായി ബന്ധപ്പെട്ട്, അത് സീരിയൽ രംഗമായാലും സിനിമാ രംഗമായാലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വാർത്തകൾ വിതരണം ചെയ്യുന്നവർ, മറ്റ് കലാരംഗങ്ങൾ പ്രകടിപ്പിക്കുന്നവരൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ നല്ല കലാസൃഷ്ടികളൊക്കെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് പബ്ലിഷ് ചെയ്ത് നല്ല ഒരു ജനപിന്തുണ കിട്ടുവാനൊക്കെ യോഗവും ഭാഗ്യവും ദൈവാധീനവും നല്ലതുപോലെ ഒത്തുവന്നിരിക്കുന്ന സമയം. അത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യ, അത് ചെറുതും വലുതുമാകാം, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്, ചെറിയ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നവർ, വലിയ വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വ്യാപാരികൾ, മറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ചെറിയ രീതിയിൽ നടത്തുന്നവരുണ്ട്, വലിയ രീതിയിൽ നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ അനുകൂലമാണ് ഈ വ്യാഴത്തിൻ്റെയും ധനസ്ഥാനത്തേക്കുള്ള പ്രബല ഗ്രഹങ്ങളുടെയൊക്കെ ബന്ധം വരുമ്പോൾ വളരെ നല്ല ഐശ്വര്യപൂർണമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് ഈ ചൊവ്വയുടെ സമയം കൊണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സമയം കൊണ്ട് ഈ 45 ദിവസത്തേന് ആ സൗഭാഗ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല. നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലായാലും പോവുക. അവരവരുടെ മതാചാര പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളിലൊക്കെ പ്രാർത്ഥനകളിലും പങ്കാളികളാകുക. ദാനധർമാദികൾ ചെയ്യുക. ദോഷങ്ങളൊക്കെ ഇല്ലാതായി അഭിവൃദ്ധികൾ ഐശ്വര്യങ്ങൾക്ക് വന്നു ചേരും, സന്തോഷം വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഈ ചാനൽ ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം നോക്കി, ഗ്രഹനില തയ്യാർ ചെയ്ത്, ഗ്രഹസ്ഫുടം ഗണിതവും, അഷ്ടവർഗ ഗണിതം, അംശക ഗണിതം, അങ്ങനെ ശത്രുമിത്രഭാവ ഭേദങ്ങൾ, ദശാകാലം, അപഹാരം, അങ്ങനെ നിരവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതകം ഗണിച്ച് നോക്കി വിശദമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഈ നമ്പറിൽ വിളിക്കുകയോ നേരിട്ട് വരികയോ ചെയ്യാം. വിവാഹ പൊരുത്തമായാലും മുഹൂർത്തമായാലും ഒക്കെ നോക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.